ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വാണിജ്യ പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ ഗൺബോട്ടുകൾ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തതോടെ ഇറാൻ അംബാസഡറെ അടിയന്തരമായി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഗൺബോട്ടുകൾ വെടിയുതിർത്തത്. ഇതിൽ ഒന്ന് ദീർഘദൂര ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന കൂറ്റൻ VLCC ടാങ്കറാണ്. ഭാഗ്യവശാൽ ജീവനക്കാർക്കും അവർക്കൊന്നും പരിക്കേൽക്കുകയോ കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് യാത്ര അവസാനിപ്പിച്ച് 2 കപ്പലുകൾക്കും തിരിച്ചു പോരേണ്ടി വന്നു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്ന കേന്ദ്ര സർക്കാർ സംഭവത്തിന് പിന്നാലെ ഇറാനിയൻ അംബാസഡറെ വിളിച്ചു വരുത്തി ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തി. വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന ഉടൻ പുറത്തു വന്നേക്കും. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസും ഈ വെടിവയ്പ് നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത ഏപ്രിൽ 13 ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യൻ കപ്പലുകൾക്കായി തുറന്നു കൊടുക്കുമെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി ഉറപ്പ് നൽകിയിരുന്നതാണ്. ഉപരോധങ്ങൾക്കിടയിലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 60 ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ ഇറാൻ അമേരിക്കൻ സർക്കാർ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിനാൽ കടലിടുക്ക് വീണ്ടും പൂർണ്ണമായി അടച്ചതായി VHF സന്ദേശങ്ങളിലൂടെ കപ്പലുകളെ അറിയിച്ചിരിക്കുകയാണ്. യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇറാന്റെ നീക്കങ്ങളിൽ ഏകോപനമില്ലായ്മ ഉണ്ടായേക്കാമെന്നും അതും ഇതാണ് IRGCയുടെ തലപ്പത്താരുമില്ലല്ലോ. അപ്പോൾ അത്തരം ആശയക്കുഴപ്പങ്ങൾക്കും അബദ്ധ ആക്രമണങ്ങൾക്കൊക്കെ കാരണമായത് ഈ ഒരു കാര്യങ്ങളായിരിക്കാം എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അമേരിക്കൻ നാവിക ഉപരോധത്തിന് തിരിച്ചടിയായിട്ടാണ് ഇറാന്റെ ഈ ഒരു പുതിയ നിയന്ത്രണം വരുന്നത്. ലബനനിലെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തൽ പാളിയതും അമേരിക്കയുമായിട്ടുള്ള തർക്കം രൂക്ഷമായതും സ്ഥിതിഗതികൾ വഷളാക്കി. ഈ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഇറാന്റെ നാവികസേനയുടെ മുൻകൂർ അനുമതിയും നികുതിയും നൽകണമെന്നാണ് നിലവിൽ ഇറാനിയൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അധ്യക്ഷൻ ഇബ്രാഹിം അസീസി വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 22 മുൻപ് സമഗ്ര ഉടമ്പടി ഉണ്ടായില്ലെങ്കിൽ യുദ്ധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ശത്രുക്കൾക്ക് പുതിയ പരാജയങ്ങൾ സമ്മാനിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഈ പുതിയ പ്രതിസന്ധി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ താറുമാറാക്കാനും വലിയ ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമായേക്കാം. നിലവിൽ മേഖലയിലെ ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്.